മറ്റൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വേദിയിലേക്ക് എത്തുന്നു സന്തോഷ് ചിറയൻകീഴ്. സന്തോഷ് നമസ്കാരം. നമസ്കാരം. നമസ്കാരം പറയും. ഇത് ചിലരെടുത്ത് നമ്മളുണ്ടല്ലോ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മളോട് തിരിച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. കേട്ടോ, എന്ത് പറഞ്ഞാലും നന്ദി പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാലും നമസ്കാരം പറയുമ്പോൾ തിരിച്ച് നമസ്കാരം പറയേണ്ടത്. വീണെടുത്ത് കിടന്ന് ഇനി ഉരുളൊന്നും വേണ്ട. ഓക്കെ, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ്? ഞാൻ കുറച്ച് പഴയ താരങ്ങളെയും പുതിയ താരങ്ങളുടെയും ശബ്ദം എനിക്ക് ശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ ചിറയൻകീഴിൽ വരുന്നത്. അപ്പോൾ ചിറയൻകീഴിൽ നിന്നും മലയാള സിനിമയിലെത്തിയ രണ്ട് വലിയ കലാകാരന്മാരുണ്ട്. ശ്രീ പ്രേം നസീർ സാറ്, GK പിള്ള സാറ്, അതുപോലെ വേറെയും ഒരുപാട് ഉണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ശബ്ദത്തിൽ നിന്നും നമുക്ക് തുടങ്ങാം. ആദ്യമായി ശ്രീ പ്രേം നസീർ സാറിൻ്റെ ശബ്ദം, പടയോട്ടം എന്ന സിനിമയിലെ ഒരു ക്യാരക്ടർ. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ 7000 രാവുകൾ എണ്ണി എണ്ണി ഉറക്കം മുളച്ച് ഞാൻ കാത്തിരുന്നത്. നീ കരുതുന്ന പോലെ ഞാൻ പഴയ ഉദയനല്ല. കണ്ടോ, നീ ഇത് കണ്ടോ? ഇതെല്ലാം എൻ്റെ ഉടലിലേറ്റ വടുക്കളാണ്. എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേറ്റ മുറിവുകൾ അതൊരിക്കലും നിനക്ക് കാണാനാകില്ല. ഇരുമ്പു ചങ്ങലയിൽ കിടന്ന് ചാട്ടവാറടിയേറ്റ് ചങ്ക് പൊട്ടിക്കരയുമ്പോൾ ഉരുട്ടു വെള്ളത്തിനായി ഞാൻ വിങ്ങിപ്പൊട്ടിയപ്പോൾ നിങ്ങളിവിടെ വീണമീട്ടുകയായിരുന്നു. എൻ്റേതാകുമെന്ന് കരുതിയവൾ എന്നെ ചതിച്ചവൻ്റെ പെണ്ണായി. നിനക്ക് നീയായി, നിൻ്റെ മകനായി, ഭർത്താവായി, കുടുംബമായി. ഇല്ല, എനിക്ക് വേണ്ട നിന്നെയുമല്ല, നിൻ്റെ മകനെയുമല്ല, കമ്മാനെയുമല്ല, കുറുപ്പിനെയുമല്ല. എനിക്ക് വേണ്ടത് അവനെയാണ്, എന്നെ ചതിച്ച എൻ്റെ സ്വന്തം ചോരയിൽ. അപ്പോൾ അതുപോലെ മറ്റൊരു ചിറയൻകീഴുകാരനാണ് ശ്രീ GK പിള്ള സാറ്. ഇപ്പോഴും ഈ 96-ാമത്തെ വയസ്സിലും അഭിനയ രംഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം സീരിയലില് അതൊന്ന് ഞാൻ ട്രൈ ചെയ്യാണ്. വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയതാണോ എൻ്റെ മകൾ ചെയ്ത തെറ്റ്? എന്നിട്ടത് കഴിഞ്ഞ 16 വർഷം സ്വന്തം ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും മറച്ചു വെച്ച് അവൾ ജീവിച്ചു. മഹേഷ് പറയൂ, അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? ജയന്തി തെറ്റുകാരിയാണോ? അതുപോലെ ഇനി നമ്മുടെ പഴയകാല താരങ്ങളിൽ ഇവർ രണ്ടുപേരും പഴയകാല താരങ്ങളാണ്. അതുപോലെ അന്ന് ഏറ്റവും തിളങ്ങിയുന്ന ഒരു സൂപ്പർ വില്ലനായിരുന്നു ശ്രീ MN നമ്പ്യാർ സാറ്. അദ്ദേഹത്തിന്റെ ശബ്ദം, രാഘവൻ ഭാഗ്യവാനാണ്, സുന്ദരിയായ ഒരു ഭാര്യ, യോഗ്യനായ ഒരകൻ, എനിക്കങ്ങനെ ആരുണ്ട്. അതുപോലെ നമ്പ്യാർ സാറിന്റെ ഒരു ഇന്റർവ്യൂ, അപ്പോൾ എന്നോട് ഇന്റർവ്യൂ ചെയ്യുന്നതായിട്ട് ചോദിക്കുകയാണ്, നമ്പ്യാർ സാറേ, സാറിന്റെ കഴുത്ത് എന്താണ് എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് ചോദിക്കാം. നമ്പ്യാർ സാർ, എന്താണ് സാറിന്റെ കഴുത്ത് എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്? എന്റെ വീടിനടുത്ത് 2 കുളമുണ്ടായിരുന്നു. എന്നും വൈകുന്നേരമാകുമ്പോൾ ഈ കുളത്തിൽ പെണ്ണുങ്ങൾ കുളിക്കാൻ വരുമായിരുന്നു. അവരുടെ കുളിസീൻ മാറി മാറി നോക്കിയാണ് എന്റെ കഴുത്ത് ഇങ്ങനെ ആയിപ്പോയത്. ഇനി പുതിയ താരങ്ങളാണ്. അപ്പൊ അത് ആദ്യമായിട്ട് നമ്മുടെ കരമന ജനാർദ്ദനൻ സാറിന്റെ മകൻ ശ്രീ സുധീർ കരമന സാറ്, പുള്ളി അഭിനയിച്ച ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന സിനിമയിലെ ഒരു രംഗം വിനയ് ഫോട്ടോ ആയിട്ടുള്ള. ആസാന്റെ കളക്ഷൻ ഒന്ന് നേരത്തെ കഴിഞ്ഞു. അതൊന്നും ശരിയാകില്ലടാ. ഈ നാട്ടപ്പുറ വെയിലത്ത് നാട് മുഴുവൻ തെണ്ടി നടന്ന് കാശും പിരിച്ചോണ്ട് ചെല്ലുമ്പോൾ മരുമോന്റെ വക തിരിച്ചും വരച്ചു രണ്ടി നോക്കലും അർത്ഥം വെച്ചൊരു മൂളലും മുദ്ര വീണ ഏത് കള്ളൻ്റെയും ജന്മം അങ്ങനെ. ആട്ടൊന്ന് പൂങ്കേട്ടൻ്റെ പട്ടി കഴിക്കാൻ നിൽക്കും. ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. നിന്നെ ഞാൻ ആദ്യം കാണുമ്പോൾ തന്നെ നിന്റെ കണ്ണിലൊരു തീയുണ്ടായിരുന്നു, പണം നേടാനുള്ള ആർത്തി. നിനക്കത് ആപത്തി വരുത്തു. അറിഞ്ഞതിലേറെയും ഇനിയും അറിയാനുള്ളതിനേക്കാൾ എത്രയോ ചെറുതാണെന്ന് എനിക്ക് മനസ്സിലാകും. എന്താ മോനെ ഒരു കൈ നോക്കുന്നു? നാഥനേ വേദനെ, കാലനേ കൈന്തവനെ, വേലപെരിയർ സേവകനെ, ഒരുതരം മാർജാര കാഴ്ച. അടുത്ത് തമിഴിലെ ഒരു സൂപ്പർ സ്റ്റാർ, നമ്മുടെ മിമിക്രി രംഗത്ത് നിന്നും സൂപ്പർ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്ന ശിവകാർത്തികേയൻ്റെ ശബ്ദം ഒന്ന് ശ്രമിക്കുകയാണ്. രജനി മുരുകൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു രംഗമാണ്. வாடி 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 தமிழோட திருமகளே, எங்க அம்மாவோட மருமகளே, நடி நினைச்சுக்கிட்டு இருப்பீங்க. லவ் பண்ற மாதிரி பாப்புவீங்களாம், லவ் பண்ற மாதிரி பேசுவீங்களாம். இப்போ எங்க அப்பாவுக்கு பிடிக்கல, எங்க ஆட்டுக்குட்டிக்கு பிடிக்கலன்னா விட்டுருவோமா? அடியே எனக்கு நாயம் கடிச்சா பண்ணடியே. ഓ സൂപ്പർ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ച് നല്ല താരങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരാം. ഇപ്പൊ ചെയ്തതൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പറായിട്ട്, പ്രത്യേകിച്ച് പഴയകാല താരങ്ങളെയൊക്കെ ചെയ്തതിനകത്ത് ഭയങ്കര വെറൈറ്റി ഉണ്ടായിരുന്നു. എന്ത് പറയുന്നു രണ്ടുപേരും? സൂപ്പർ, അടിപൊളിയായി.
ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് നസീർ സാറിൻ്റെ ശബ്ദം അത്ര മനോഹരമായിട്ട്, അത് അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഇതുവരെ ആരും ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടില്ല, അതെനിക്ക് തോന്നുന്നു. താങ്ക് യു ഏട്ടാ. അത് വളരെ സന്തോഷം തോന്നുന്നു. സാറിൻ്റെ ശബ്ദം വീണ്ടും അതേ ഭാവത്തിൽ അവതരിപ്പിച്ചതിന് പ്രത്യേകമായൊരു നന്ദി ഞങ്ങളുടെ എല്ലാവരുടെ പേരിൽ പറയാം. ഓക്കെ, അടിപൊളി. താങ്ക് യു ഏട്ടാ. നെൽസേട്ടാ നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. നസീർ സാറിൻ്റെ ശബ്ദം അത് പിന്നെ പടയോട്ടത്തിലെ അദ്ദേഹം ഇച്ചിരി സ്ലോയിൽ ഇതുപോലെ ഒരുപാട് പിന്നെ വ്യത്യാസങ്ങൾ വരുത്തിയാണ്, അതെല്ലാം അതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് ഫീലിങ്സ് എല്ലാം കറക്റ്റായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഡയലോഗുകളെല്ലാം പുതിയതാണ് മോൻ ചെയ്തത്, അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഈ സംസാരത്തിൽ ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള ഡയലോഗുകളാണ് പറഞ്ഞത്, വളരെ സൂക്ഷിച്ച് പറയേണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തതല്ല, അതെല്ലാം നല്ല വൃത്തിയായിട്ട് മോൻ ചെയ്തിട്ടുണ്ട്. ഗുഡ്, അടിപൊളി. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഫ്ലോറിൽ വന്നതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും. കൂടുതൽ നല്ല പെർഫോമൻസുകളുമായിട്ട് വീണ്ടും വരിക. ഇനി ഉറപ്പായിട്ട് ഞാൻ ഇനിയും നല്ല പെർഫോമൻസുകളുമായിട്ട് ഈ വേദിയിൽ എത്തുന്നതാണ്. താങ്ക് യു.